ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2025 റിലീസായ വൺ ഹൈസ്കൂൾ ഹീറോസ് എന്നൊരു ആക്ഷൻ ഡ്രാമ സീരീസാണ്. മൊത്തം 8 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കാങ്ങിൻ്റെയും അവൻ്റെ കോമയിലായിരുന്ന ഫ്രണ്ടിനെയും ഫ്ലാഷ് ബാക്കാണ്. ഒരുപാട് മുന്നേ ഇവരെ രണ്ടുപേരെയും സീനിയേഴ്സ് ബുള്ളി ചെയ്യുമായിരുന്നു, പറഞ്ഞ ക്യാഷ് കൊടുക്കാത്തതിനും അനുസരിക്കാത്തതിനുമൊക്കെ. അതൊക്കെ അവർക്കൊരു ഹരമായിരുന്നു. ശേഷം ഒരു ദിവസം റൂഫ് ടോപ്പിൽ വെച്ച് സീനിയേഴ്സ് അവരോട് ക്യാഷ് ചോദിക്കും. ഈ കൂട്ടത്തിൽ ആ മൊട്ടയും ഉണ്ടാവും. ഇപ്പം മുടിയൊക്കെ ഉണ്ട് ആൾക്ക്. കാങ് അവൻ്റെ അടുത്തുള്ളത് മുഴുവൻ കൊടുക്കും. പക്ഷെ അവൻ്റെ ഫ്രണ്ടിന് കൊടുക്കാൻ മാത്രം കയ്യിൽ പൈസ ഒന്നും ഉണ്ടാവില്ല. ഈ കാരണം കൊണ്ട് അവനെ തല്ലാൻ തുടങ്ങും. എന്നിട്ട് കാങ്ങിനോട് അവിടുന്ന് പോകാൻ പറയും ഒറ്റക്ക്. അവന് പോകാൻ മനസ്സ് സമ്മതിക്കുന്നില്ലെങ്കിലും അവന്മാർ ഓടിച്ചു വിടും. അങ്ങനെ പോകുന്നതിനിടയ്ക്ക് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ബുള്ളീസ് എല്ലാം അവനെ റൂഫ് ടോപ്പിൽ നിന്ന് താഴേക്കിടും എന്ന രീതിയിൽ കളിക്കാൻ തുടങ്ങും. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് അവൻ താഴേക്ക് വീഴാണ്, അതും കാങ്ങിൻ്റെ മുമ്പിൽ വെച്ച്. ഇത് കണ്ട് അവൻ കരഞ്ഞു പോകുന്നു. ശേഷം പ്രസന്റ് ടൈമാണ് കാണിക്കുന്നത്. ആദ്യത്തെ ചവിട്ട് തന്നെ കാങ്ങിനെ വീഴ്ത്തും. ഇത് കുറേ നേരം കണ്ടുകൊണ്ട് നിൽക്കാൻ കിമ്മിനാവില്ല. അവൻ അതിൽ ഇടപെടും. നീയാണല്ലേ ആ സൂപ്പർ ഹീറോ, നിന്നെ കാണാനാ ഞാൻ മെയിനായി വന്നത് തന്നെ. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നീ എന്തിനാണ് എൻ്റെ ആളുകളെ അടിക്കുന്നത്? ഇവൻ റിവെഞ്ച് എടുക്കാൻ വേണ്ടി നിന്റെ സഹായം ചോദിച്ചോ? ഇവൻ കാരണം നീ ഇപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ് പെട്ടിരിക്കുന്നത്. കിം, അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. നിന്റെ മോന്ത കാണുമ്പോഴേ എനിക്ക് 2 എണ്ണം പൊട്ടിക്കാൻ തോന്നുന്നുണ്ട്. അത് മതി എന്നും പറഞ്ഞ് ഫൈറ്റ് തുടങ്ങും. എന്നിട്ട് അവൻ്റെ കൈയടിച്ച് ഒരു വിധമാക്കി ചവിട്ടി പിടിക്കും. കിമ്മ് വേദന കൊണ്ട് അലറും. മൊട്ട ഇതാണ് പറയുന്നത്, നമ്മൾ നോക്കിയും കണ്ടും ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെ കിടന്ന് അനുഭവിക്കേണ്ടി വരും എന്ന് പറയും. എന്നിട്ട് ഒരു ഗിറ്റാർ എടുത്ത് കിമ്മിൻ്റെ കാല് അടിച്ചു പൊളിക്കാൻ നിൽക്കുന്ന നേരത്ത് പിന്നിൽ നിന്നൊരു വിളി വരും. അത് നമ്മുടെ ഹാറ്റായിരിക്കും. മൊട്ടയ്ക്ക് ഇവനെ നേരത്തെ അറിയുന്നുണ്ടാകും. ഹാറ്റ് ഇത് നിർത്താൻ പറയും. എനിക്ക് സൗകര്യമില്ലെന്ന് ഞാൻ പറഞ്ഞാലോ? അങ്ങനെയാണെങ്കിൽ അതെനിക്ക് പണിയാവുമെന്ന് പറയും ഹാറ്റ്. അവിടുന്ന് മൊട്ട കിമ്മിൻ്റെ ഹെഡ്ഫോൺ എടുത്തുകൊണ്ട് അവിടുന്ന് പോകുന്നു. ഹാറ്റ് അവരോട് നിങ്ങളും ഇത് നിർത്തണം എന്ന് പറയും. അവിടുന്ന് കിം അവൻ്റെ ചേട്ടനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇപ്പോൾ കിമ്മിനെ എങ്ങനെയാണോ അവൻ്റെ അച്ഛൻ പഠിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെയായിരിക്കും ചേട്ടനെയും പഠിപ്പിച്ചത്. അധികം പഠിക്കുന്നില്ലെന്ന് പറഞ്ഞ് അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ശരിക്കും അവൻ്റെ അച്ഛൻ അടിക്കുന്ന ദേഷ്യമൊക്കെ അവൻ തീർത്തിരുന്നത് കിമ്മിൻ്റെ കഴുത്തിൽ പിടിച്ചായിരുന്നു. ഇത് കണ്ട് കിം പേടിക്കും. അവൻ്റെ അമ്മ ഇതിനെപ്പറ്റി ചോദിക്കും. എന്നിട്ട് എല്ലാം ഓക്കെ ആവുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അവൻ്റെ ചേട്ടൻ ഒരു മാനസിക രോഗിയെ പോലെയാവും. വെറുതെ കിമ്മിനെ അടിക്കും. എന്നിട്ടൊന്നും നടക്കാത്ത പോലെ പെരുമാറും. പെട്ടെന്ന് അച്ഛൻ വന്ന് 2 പേരോടും പോയി ഉറങ്ങാൻ പറയും. ശേഷം ചേട്ടൻ മെഡിക്കൽ സ്കൂൾ അഡ്മിഷൻ കിട്ടിയതുകൊണ്ട് ആ വിജയം അവരെ ആഘോഷിക്കുന്നു. ശേഷം ഒരു ദിവസം അവൻ ഞാൻ സ്കൂൾ നിർത്തിക്കോട്ടെ എന്ന് അവൻ്റെ അമ്മയോട് ചോദിക്കും. ഇതറിഞ്ഞ അച്ഛൻ അവനോട് ഒരുപാട് ദേഷ്യപ്പെടും. ഇതൊക്കെ കിം കാണുന്നുണ്ട്. ശേഷം ചേട്ടൻ അവൻ്റെ റൂമിലേക്ക് വരുമ്പോൾ അവൻ ഉറങ്ങിയ പോലെ അഭിനയിക്കും. ആ ഹെഡ്ഫോൺ കൊടുക്കാൻ വേണ്ടിയായിരിക്കും അവൻ വന്നത്. കാരണം എനിക്ക് ഏറ്റവും വിലപ്പെട്ട ഒന്നാണിത്. പക്ഷേ ഇത് അച്ഛൻ വലിച്ചെറിഞ്ഞപ്പോൾ പൊട്ടി, അതുകൊണ്ട് സൗണ്ടില്ല. പക്ഷേ ഇത് വെക്കുമ്പോൾ ഒരു സമാധാനം കിട്ടാറുണ്ട്. ഇത് വെക്കുന്ന സമയത്ത് അച്ഛൻ ഇല്ലാത്തൊരു ലോകത്തേക്കാണ് ഞാൻ പോകുന്നത്. എല്ലാത്തിനും സോറി പറഞ്ഞ് അതവിടെ വെച്ചിട്ട് അവൻ പോകും. എന്നിട്ട് വിൻഡോ വഴി പുറത്തേക്ക് ചാടുന്നതും കാണിച്ച് പെട്ടെന്ന് കിം ഞെട്ടി എഴുന്നേൽക്കുന്നു. അവനിപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കും ഉള്ളത്.
ഇതാരാ ചെയ്ത് എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. എല്ലാത്തിനെയും ഞാൻ ജയിലിൽ കയറ്റും. ക്യാങ്ങിനോട് ചോദിക്കും ആരാന്ന്. അമ്മ, അവനിപ്പോൾ എഴുന്നേറ്റല്ലേ ഉള്ളൂ, ആദ്യം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. പെട്ടെന്നത് ഹ്യോപ്പാണെന്ന് കിം പറയും. അവനാണ് ഇവനെ അയച്ചത്. അപ്പോൾ അവൻ എന്തിനാ അങ്ങനെ ചെയ്യണം? കാരണം ഞാൻ അവനെ അടിച്ചു. അവൻ വീക്കായ സ്റ്റുഡൻസിനെ അടിച്ച് അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയെടുക്കുമായിരുന്നു. നിങ്ങൾ അവനെ ജയിലിൽ കയറ്റുമോ എന്ന് ചോദിക്കും. ശേഷം സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ് കിമ്മിൻ്റെ അച്ഛൻ. ക്യാങ് ചെന്ന് സോറി പറയും. കിമ്മിന് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇന്ന് ലീവാണ്, ഇനി അവിടുന്ന് അങ്ങോട്ടും. ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ അവൻ നേരെ അബ്രോഡിലേക്ക് പഠിക്കാൻ പോകും, US-ലേക്ക്. അതുകൊണ്ട് ഇനി അവനെ കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കരുത്. ശേഷം ക്യാങ് നടന്നു പോകുന്ന നേരത്ത് തൊപ്പി അവനെ വിളിക്കും. കിമ്മിന് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ലെന്ന് പറയും. അപ്പം നല്ലവണ്ണം പഠിക്കുന്ന ഒരുത്തനെ ഇങ്ങനെ ആക്കിയപ്പോൾ നിനക്ക് സമാധാനമായോ? എന്നിട്ട് ഇപ്പോഴും അവൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് നടക്കുകയാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇതൊക്കെ കേട്ട് ഒന്നും പറയാതെ അവിടുന്ന് പോവുകയാണ് ക്യാങ്. ശേഷം ക്യാങ് അവൻ്റെ ഫ്രണ്ടിനെ കാണാൻ ചെല്ലും. ആഹാ, നീ ഇരിക്കാനൊക്കെ തുടങ്ങിയോ? പെട്ടെന്ന് അവൻ നീ ആരാ എന്ന് ചോദിക്കും. പെട്ടെന്ന് ക്യാങ്ങിൻ്റെ മുഖം മാറും. അപ്പോൾ തന്നെ അവൻ ചിരിക്കാൻ തുടങ്ങുന്നു. ഒന്ന് പറ്റിച്ചതായിരിക്കും അവനെ. എന്നിട്ട് അവൻ്റെ കൂടെ ഒരുപാട് നേരം സമയം ചെലവഴിക്കും. അവനോട് നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ, ഞാൻ കാരണമാണല്ലോ നിനക്ക് ഇങ്ങനെ സംഭവിച്ചത്. അന്ന് ഞാൻ പേടിച്ച് അവർ പറഞ്ഞത് കേട്ട് പോയതുകൊണ്ടല്ലേ. അപ്പോൾ ഇപ്പോഴും നീ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? നീ അത് കണ്ട് തിരിച്ചു വരുന്നത് ഞാൻ കണ്ടിരുന്നു. ആ ബുള്ളീസും അത് കണ്ടിരുന്നു. അത് കണ്ട് അവർ നിന്നെ അടിക്കാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ അവരെ തടഞ്ഞു. അപ്പോഴാണ് അവരെന്നെ താഴേക്കിട്ടത്. ശേഷം കിമ്മിന് അവൻ്റെ ചേട്ടൻ അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ തോന്നും. എന്നിട്ട് അബോധാവസ്ഥയിൽ ചേട്ടൻ പോകുന്നതിനനുസരിച്ച് പിന്നാലെ കിമ്മും പോകും. അങ്ങനെ നേരെ പോകുന്നത് റൂഫ് ടോപ്പിലേക്കായിരിക്കും. ഇത് അമ്മ വന്ന് കാണുകയും അവനെ പിടിച്ച് താഴേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ശേഷം അച്ഛൻ അവനോട് ഞാൻ നിന്റെ മുത്തശ്ശനോട് സംസാരിച്ചു, നീ ഡിസ്ചാർജ് ആയാൽ ഉടനെ അമേരിക്കയിലേക്ക് പോകും. ബോസ്റ്റണിലുള്ള ഒരു ഹൈസ്കൂളിലേക്ക് മാറ്റാനാണ് ഞങ്ങളുടെ തീരുമാനം. നിന്റെ മുത്തശ്ശൻ പറഞ്ഞതായിരുന്നു ശരി. ഇപ്പോൾ ഉള്ള സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയതായിരുന്നു ഞാൻ ചെയ്ത ആദ്യത്തെ തെറ്റ്. ഇതെല്ലാം നിനക്ക് വേണ്ടിയാ. ശേഷം അമ്മ അച്ഛനോട് കുറച്ചു മുമ്പേ നമുക്ക് നമ്മുടെ മകനെ നഷ്ടപ്പെടേണ്ടതായിരുന്നു. അവൻ റൂഫ് ടോപ്പിൽ കയറി താഴേക്ക് ചാടാൻ നോക്കി. നിങ്ങൾ കാരണം അവൻ്റെ മാനസിക നില ആകെ തകരാറിലായി കിടക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഹാറ്റിനെയാണ്. അവൻ നടന്നു പോകുന്ന സമയത്ത് കുറേ പേര് അവനെ ബ്ലോക്ക് ചെയ്യും. അത് ആ മൊട്ടയുടെ ആൾക്കാരായിരിക്കും. അങ്ങനെ മൊട്ട അവിടെ എത്തും. ഇനി നമ്മൾ തമ്മിലാണ് ഫൈറ്റ്. ഹാറ്റിൻ്റെ ഷോൾഡർ ആകെ പോയിട്ടുണ്ടാവും. എന്നാലും അവനുമായി ഒരു ഫൈറ്റിന് തന്നെ ഹാറ്റ് റെഡിയാവും. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.